തിരക്കാണ്. തിരക്കാണെന്ന് ചോദിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എനിക്ക്. എല്ലാവരും തിരക്ക് തന്നെയാണ്. തിരക്കില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒരു ഹാപ്പി സ്പേസ് എന്ന് പറയുമ്പോൾ സിനിമയാണ്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞാൽ ഡബിൾ ഹാപ്പി സ്പേസ് ആണ്. അതൊരു ഭാഗ്യം പോലത്തെ സെറ്റപ്പാണ്. നമുക്ക് ആ ഭാഗ്യമില്ല. എല്ലാവരും ബിസിയാണ്. ലൈവായിട്ട് സംസാരിച്ച് ഒരു സിനിമയെ പറ്റിയിട്ട് സംസാരിക്കാനോ, ഒരു സിനിമയിൽ ഒരു കോമഡി പറഞ്ഞിട്ട് ചിരിക്കാനോ, അല്ലെങ്കിൽ ഒരു സിനിമയിലൊരു ഇമോഷൻ കാണുമ്പോൾ എന്താ അറ്റ്ലീസ്റ്റ് ആ ഒരു സിനിമ കണ്ടിട്ടുള്ള ഒരാൾ പോലും ഇല്ല. എല്ലാവരും ബിസിയാണ്. അപ്പം എനിക്കെന്തായാലും സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാതെ എത്ര നാളെങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ഒറ്റപ്പെടൽ, ഒരു ലോൺലി സ്പേസിലിരിക്കുമ്പം സിനിമ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കരയാൻ ബുദ്ധിമുട്ടിയിരുന്ന ടൈമിൽ കരയാനാണെങ്കിലും, ചിരിക്കാൻ തീരെ പറ്റാതെ ഇരിക്കുമ്പോൾ ചിരിക്കാനാണെങ്കിലും, ഏത് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും, ഒറ്റപ്പെടൽ മാറ്റാനാണെങ്കിലും, ഒറ്റപ്പെടാനാണെങ്കിലും എപ്പോഴും സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്, എന്താണ് നമ്മൾ യോജിക്കുന്നത്, എന്താണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, എന്താണ് നടക്കാത്ത ഒരു സംഭവം കാണിച്ചത്, അത് മേക്ക് ബിലീഫിൽ വന്നിട്ടുണ്ടോ? അപ്പം അങ്ങനെ മേക്ക് ബിലീഫിൽ വന്ന ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ ഹൊറർ സബ്സ്റ്റൻസ് ഉള്ള സിനിമകളിൽ ഇതുപോലൊരു ക്ലൈമാക്സ് ഉള്ള, അതായത് ഒരു ക്ലൈമാക്സ് കൊണ്ട് മാത്രം ഒരു സിനിമ ടോട്ടലി ഒരു എലിവേറ്റഡ് ആയിപ്പോയ ഒരു സിനിമ എന്ന് പറയുന്നത്, ടോട്ടലി ആ സിനിമ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലിട്ട് വരാൻ ആ ഒരു ക്ലൈമാക്സ് മാത്രമാണ്. ബാക്കിയൊക്കെ ഒരു നോർമൽ പോലെയാണ് പോയിട്ടുള്ളത്. ഒരു സാധാരണ സിനിമ പോലെ പോയിട്ട്, ഒരു സാധാരണ ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഒരു സാധാരണ ഡ്രാമ, ചെറിയൊരു ഹൊറർ എലമെൻ്റ് ഉള്ള ഒരു ഡ്രാമ പോയിട്ട് ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും കിടിലൻ തമിഴ് സിനിമകളിൽ ഒരു 10 നിർത്താൻ ചാൻസ് ഉള്ള ഒരു സിനിമയായിട്ട് മാറിയതിൻ്റെ ഒരു കാരണം ആ പടത്തിൻ്റെ ക്ലൈമാക്സാണ്. പടത്തിൽ അശോക് സെൽവനാണ് അഭിനയിച്ചിട്ടുള്ളത്. ദ വില്ല. ആക്ച്വലി ഞാൻ ഈ സിനിമ കാണാനുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതി, കാർത്തിക് സുബ്രാജ് പടം. ആ പടം കാണാനാണ് ഞാൻ ഈ സിനിമ എൻ്റെ കയ്യിൽ വന്ന് പെട്ടത്. പിസ്സ സെർച്ച് ചെയ്തു, അങ്ങനെ കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ ത്രൂ ഔട്ട് കണ്ട ആ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും എനിക്കുണ്ടായൊരു സാറ്റിസ്ഫാക്ഷൻ, അതായത് എന്താ പറയുക, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മീൻസ് വേറൊരു പടം കാണാൻ കയറിയിട്ട് വേറൊരു പടം കണ്ട് ആ പടത്തിൽ നിന്ന് സർപ്രൈസിങ് ആയിട്ട് ഭയങ്കര ഒരു സംഭവം കിട്ടി. ആക്ച്വലി ഈ പിസ്സ എന്ന് പറഞ്ഞ പടത്തിനേക്കാൾ എനിക്ക് ഫേവറേറ്റ് പിസ്സ ടു വില്ല, ഈ വില്ല പേര് മാർക്കേണ്ട ഈ സിനിമയാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇത് കുറേ പേര് കണ്ടിട്ട് ഈ പടത്തിനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിക്കണം. അശോക് സെൽവൻ്റെ കരിയറിൽ ചെയ്ത പടങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഈ ഒരു പടം അവിടെ ഉണ്ടോയെന്ന് ആരെങ്കിലും നോട്ടീസ് ചെയ്യുന്ന രീതിക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് പോലെയാണ് കാണിച്ചേക്കുന്നത്. അതൊരു സെക്കൻഡ് പാർട്ടും അല്ല. പറ്റണവരൊക്കെ ഈ ഒരു സിനിമ കണ്ടിട്ട് ആ ക്ലൈമാക്സ് എങ്ങനെയുണ്ട്, ആ ക്ലൈമാക്സ് എനിക്ക് ഫീൽ ആയതുപോലെ തന്നെയാണോ നിങ്ങൾക്കും ആ ക്ലൈമാക്സ് ഫീൽ ആയിട്ടുള്ളത്, അതോ അത് എൻ്റെ മാത്രം തോന്നലാണോ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറ്റുന്നവരൊക്കെ ആ പടം കാണാൻ. ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് സംസാരിക്കാം. ശരി.